ഈ മൂന്നാമത്തെ കഥയുടെ പേരാണ് സ്കിൻ ഡീപ്പ്. ഈ കഥ തുടങ്ങുന്നത് ഒരു ലിഫ്റ്റിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണിച്ചാണ്. ആ ലിഫ്റ്റിനകത്ത് ഒരു ഓൾഡ് കപ്പിൾ ഉണ്ട്, ഒരു ഡോക്ടർ, ഒരു ശ്രീലങ്കക്കാരൻ, പിന്നെ 2 കോളേജ് സ്റ്റുഡൻസ്. അതുമാത്രല്ല ഒരു പെൺകുട്ടി മാത്രം അവരാരോടും മിണ്ടാതെ ഒരു മൂലയ്ക്ക് നിൽപ്പുണ്ട്. ലിഫ്റ്റ് അങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ലിഫ്റ്റ് ആകെ കുലുങ്ങാൻ തുടങ്ങി. അതങ്ങ് നിന്നുപോയി. എല്ലാവരും ആകെ പാനിക്കായി. എന്താ പ്രശ്നം എന്നറിയാതെ എമർജൻസി ബട്ടൺ പ്രസ് ചെയ്ത് ഹേയ് ഞങ്ങളെ ലിഫ്റ്റിനകത്ത് ട്രാപ്പായി, ഞങ്ങളെ സഹായിക്കാനായിട്ട് ഡോക്ടർ പറയുന്നുണ്ട്. അപ്പോഴേക്കും അതും കട്ടായി. ആരുടെ ഫോണിലും നെറ്റ്വർക്ക് ഇല്ല. ഒരു 5-10 മിനിറ്റ് ഇപ്പൊ എല്ലാം ശരിയാവും, ഓക്കെ ആവും എന്ന് പറഞ്ഞ് എല്ലാവരും അധികം ടെൻഷൻ അടിക്കാതെ കാമായിട്ട് നിന്നു. അതല്ലാതെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇതാണ് ഈ കഥയിലെ നായിക സെലീന. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. സെലീന ആരോടും മിണ്ടാനൊന്നും തയ്യാറല്ല. ഈ സമയത്ത് ലിഫ്റ്റിനകത്തുണ്ടായിരുന്ന ഒരു പെൺകുട്ടി ശ്വാസം കിട്ടാതെ ചുമയ്ക്കാൻ തുടങ്ങി. വേഗം ഇൻഹേലർ എടുത്ത് അടിച്ചെങ്കിലും അതില് 1-2 പഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞ ആ 2 സുഹൃത്തുക്കളും ഇൻഹേലർ റീഫിൽ ചെയ്യാനാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ഇതിപ്പോ കറക്റ്റ് സമയത്ത് ആ ലിഫ്റ്റിനകത്ത് കുടുങ്ങിപ്പോയി. ഈ സമയത്ത് ഡോക്ടർ ആ പെൺകുട്ടി സമാധാനപ്പെടുത്തുന്നുണ്ട്. ടെൻഷൻ അടിക്കാതിരിക്കി, എന്നിട്ട് പതിയെ ശ്വാസം എടുക്കാൻ ശ്രമിക്കി, വേഗം തന്നെ ലിഫ്റ്റ് തുറക്കും, പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ്. പുള്ളിക്കാരൻ ഒരു ഡെന്റിസ്റ്റ് ആണ്. അങ്ങനെ അവർ ആ ലിഫ്റ്റിനകത്ത് 1 മണിക്കൂറോളം കാത്തിരുന്നു. എന്നിട്ടും പുറത്തുനിന്ന് യാതൊരു റെസ്പോൺസും ഇല്ല. ഈ ഒരു സമയത്ത് ലിഫ്റ്റിലുണ്ടായിരുന്ന മുത്തശ്ശി കൂട്ടത്തിലെ ആരോടും മിണ്ടാതെ ഒരു മൂലയ്ക്ക് നിൽക്കുന്ന പെൺകുട്ടിയെ തന്നെ കുറെ നേരം നോക്കി നിന്നിട്ട് അവളോട് സംസാരിക്കുന്നുണ്ട്. മോളെ കാണാൻ എന്ത് ഭംഗിയാ, എവിടെ താമസം, എന്താ ജോലി, ഇതുപോലെ ഓരോന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ടെങ്കിലും സെലീന തന്റെ പേര് പറഞ്ഞ് കാര്യമായിട്ടൊന്നും തന്നെ സംസാരിക്കുന്നില്ല. എല്ലാവരും ഈ ടെൻഷൻ ഒന്ന് കുറയ്ക്കാനായിട്ട് പരസ്പരം പരിചയപ്പെടുന്നു. താമസം, ജോലി, ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് സെലീന ഭയങ്കരമായിട്ട് ചുമയ്ക്കാൻ തുടങ്ങി. എന്നിട്ട് വെപ്രാളപ്പെട്ട് ബാഗിൽ നിന്ന് ഇൻഹീലർ എടുത്ത് യൂസ് ചെയ്യാണ്. ഇത് കണ്ടുനിന്ന അവരെല്ലാവരും ആകെ ഷോക്കായി. ഇത്ര നേരം ഒരു പെൺകുട്ടി ശ്വാസം കിട്ടാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ടും അവള് ഒരക്ഷരം പോലും മിണ്ടിയില്ല. അങ്ങനെ ആ ഇൻഹീലറിന് വേണ്ടി കൂട്ടുകാരിയും സെലീനയും തമ്മിൽ തർക്കമായി, പിടിവലിയായി. ഒരു വിധത്തില് ഡോക്ടർ അവരെ 2 പേരെയും പിടിച്ചു മാറ്റി സെലീനയുടെ കയ്യിൽ നിന്ന് ഇൻഹീലർ പിടിച്ചു വാങ്ങി. ആ പെൺകുട്ടിക്ക് 2 പഫെങ്കിലും കൊടുക്ക്. അപ്പോ സെലീന കരഞ്ഞോണ്ട് പറയും അതിൽ 2-3 പഫ് മാത്രമേ ഉള്ളൂ, അതെനിക്ക് വേണം, എനിക്ക് ഇതിനകത്ത് കിടന്ന് മരിക്കാൻ വയ്യ, നമ്മളെല്ലാവരും മരിക്കാൻ പോവാണ്. ഇത് പറഞ്ഞ് ആകെ കൺട്രോൾ നഷ്ടപ്പെട്ട സെലീന ബാഗിൽ നിന്നൊരു കത്തിയെടുത്തു. അവരെല്ലാവരും ആകെ പകച്ചുപോയി. ഹേയ് നീ എന്തായി ചെയ്യുന്നേ, ഒരു ഇൻഹേലറിന് വേണ്ടിയാണോ നീ കത്തിയെടുക്കുന്നതെന്ന് പറഞ്ഞ് അവരെല്ലാവരും ചേർന്ന് സെലീനയുടെ കയ്യിൽ നിന്ന് കത്തി പിടിച്ചു വാങ്ങി. ഈ സമയത്ത് അവള് തനിക്ക് ആ കത്തി തിരിച്ചു തരാൻ പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ലിഫ്റ്റ് ഒന്ന് സ്റ്റക്കായി. അത് എപ്പോ വേണമെങ്കിലും ശരിയാവും, നമ്മൾ പുറത്തേക്ക് ഇറങ്ങും, അതിന് നീ എന്തിനിങ്ങനെ മരിക്കുന്ന കാര്യം പറയുന്നേ. ഒരു നിമിഷത്തേക്ക് ആകെ സൈലന്റ് ആയ സെലീന അവള് തന്നെ കുറിച്ച് ആർക്കും അറിയാത്ത സീക്രട്ട് അവരോടെല്ലാവരോടും പറയാൻ തുടങ്ങി. ഇതൊക്കെ കാണിച്ചു കൂട്ടാൻ മാത്രം എന്താ നിന്റെ പ്രശ്നം എന്നറിയാൻ എല്ലാവരും ഒന്ന് സൈലന്റ് ആയി. കുറെ വർഷങ്ങൾക്ക് മുൻപ് താൻ ബോവു എന്ന ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു. ബോവു അതെന്താ സംഭവം? അതായത് വിച്ച് ഡോക്ടർ, മന്ത്രവാദി, ഇതൊക്കെ ഉള്ളതാണോ അതോ കെട്ടുകഥയാണോ എന്ന് പറഞ്ഞ് ആ വൃദ്ധ ദമ്പതികള് ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല. ഇതൊന്നും കെട്ടുകഥയല്ല, എന്റെ കയ്യിൽ സുസൂക്ക് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ചെറുപ്പായിരിക്കുന്നത്. അത് കേട്ട് മുത്തശ്ശി പറയും നിനക്കെന്തിനാ ഇനി ബ്യൂട്ടി ട്രീറ്റ്മെന്റ്, അല്ലാതെ തന്നെ നിന്നെ കാണാൻ എന്ത് ഭംഗിയാ. അതെ ആ സുസൂക്ക് കാരനാണ് ഞാൻ ഇത്ര ചെറുപ്പായത്. സൗന്ദര്യം, ജോലി, ഒരുപാട് ക്ലയൻസ്, അങ്ങനെ എല്ലാ ഭാഗ്യങ്ങളും വന്നു ചേരും. ഓക്കെ നീ സുസൂക്ക് ട്രീറ്റ്മെന്റ് ചെയ്തു, നല്ല ജോലി കിട്ടി, നീ ചെറുപ്പായി, അതിനെന്തിനാ നീ ഈ കത്തിയെടുത്ത് ഈ ഭ്രാന്തൊക്കെ കാണിക്കുന്നേ. അപ്പോ സെലീന പറയുന്നുണ്ട് നമ്മൾ എല്ലാവരും മരിക്കാൻ പോവാണ്. അന്നാ മന്ത്രവാദി എന്നോട് ഒരേ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞിരുന്നത്, ഒരു കാരണവശാലും സുസുക്ക് തന്റെ ശരീരത്തിലുള്ളപ്പോൾ തനിക്ക് മരണം സംഭവിക്കാൻ പാടില്ല, അങ്ങനെ വന്ന തന്റെ ആത്മാവ് ഗതി കിട്ടാതെ അലയും, ഞാനൊരു ശപിക്കപ്പെട്ട പ്രേതാത്മാവായിട്ട് മാറും. ഈ കഥ കേട്ട് അവരെല്ലാവരും അങ്ങനെ തരിച്ചു നിൽക്കാണ്. അങ്ങനെയാണെങ്കിൽ നിനക്ക് ആ സുസുക്ക് എടുത്ത് കളഞ്ഞാ പോരെ, പ്രശ്നം തീർന്നില്ലേ. ഇത് കേട്ടതും സെലീനയുടെ കൺട്രോൾ ആകെ പോയി. അതിനു വേണ്ടിയല്ലേ ഞാൻ ആ കത്തിയെടുത്തത്. സുസൂക്ക് അതിന്റെ മുഖത്താണ്, എന്റെ സ്കിന്നിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോ ഇതൊക്കെ കേട്ടു നിന്നിരുന്ന അവരെന്താ ചിന്തിക്കുന്നേ, ഇവൾക്ക് മാനസികമായി എന്തോ പ്രശ്നമുണ്ട്, അല്ലാതെ ഇതൊക്കെ മനുഷ്യന്മാരാരെങ്കിലും വിശ്വസിക്കുവോ? ഈ ഒരു സമയത്ത് ഡോക്ടർ പറയും എനിക്ക് തോന്നുന്നു ആ പെൺകുട്ടി പറഞ്ഞതൊക്കെ സത്യമാണെന്ന്. കാരണം തന്റെ ഫ്രണ്ടിനും ഇതിനു മുൻപ് ഇതുപോലൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അവൻ പോസ്റ്റ്മോർട്ടം ചെയ്തൊരു ഡെഡ് ബോഡിന്ന് ഒരു സ്വർണത്തിന്റെ നീഡില് കണ്ടെത്തി. അതെന്താണെന്ന് അന്ന് ഡോക്ടേഴ്സിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇത് പറഞ്ഞു തീർന്നതും ലിഫ്റ്റ് ഭയങ്കരമായിട്ട് ഷേക്ക് ചെയ്യാൻ തുടങ്ങി. അതങ്ങനെ നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. സെലീനയ്ക്കാണെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് യാതൊരു പിടുത്തവുമില്ല. അവള് വേഗം തന്നെ തന്റെ ബാഗൊക്കെ കുടഞ്ഞു നോക്കി അതിൽ നിന്നൊരു കത്രികയെടുത്ത് തന്റെ മുഖമൊക്കെ ആകെ കീറി മുറിക്കാൻ തുടങ്ങി. അത് കണ്ടു നിന്നവർക്ക് മരണഭയമാണ്. മരിക്കാൻ പോവാണെന്ന് പറഞ്ഞ് ഇവൾ എന്തൊക്കെയാ ചെയ്യുന്നേ. സെലീന തന്റെ മുഖത്ത് 2 ഭാഗത്തും കീറി മുറിച്ച് അതിൽ നിന്ന് ഗോൾഡിന്റെ നീഡില് പുറത്തേക്കെടുത്ത് അവർക്ക് കാണിച്ചു കൊടുത്തു.
കണ്ടില്ലേ, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. ആ കറക്റ്റ് സമയത്ത് ലിഫ്റ്റ് താഴെ എത്തി. ലിഫ്റ്റിന്റെ ഡോർ ഓപ്പൺ ആയി. അവർക്ക് ആർക്കും ഒന്നും സംഭവിച്ചില്ല. ആരും സെലീനയെ സഹായിക്കാനോ അവളെ തിരിഞ്ഞു നോക്കാൻ പോലും നിൽക്കാതെ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അതിനകത്ത് നടന്ന കാര്യങ്ങളൊക്കെ കണ്ട് അവരെല്ലാവരും പേടിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മളെ കാണിക്കുന്നുണ്ട് സെലീനയുടെ ഫേസ് ഒക്കെ മാറാൻ തുടങ്ങി. അവൾക്കിപ്പോ ഒത്തിരി പ്രായം തോന്നിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ക്യാമറ താഴെ വീണ് കിടക്കുന്ന സെലീനയുടെ പാസ്പോർട്ടിലേക്ക് കാണിക്കുമ്പോ സെലീനയെ ഒരു 20-25 വയസ്സേ തോന്നിക്കുന്നുള്ളൂ. പക്ഷേ പാസ്പോർട്ടില് അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1945 ആണ്. ഇങ്ങനെയാണ് ഈ മൂന്നാമത്തെ കഥ അവസാനിക്കുന്നത്. ഈ മൂവി കണ്ട് അവരാകെ കിളി മാറിയിരിക്കുകയാണ്. ഇങ്ങനൊരു കഥ ഇതിനു മുൻപ് കേട്ടിട്ട് പോലുമില്ല. അത്രയും റിയലിസ്റ്റിക് ആയിരുന്നു. ഈ കഥ എന്തായാലും നമ്മൾ ചെയ്യും. ഇനി ആരെങ്കിലും ഇതെന്റെ സിനിമയാന്ന് പറഞ്ഞ് വന്നാലല്ലേ അത് അപ്പ നോക്കാന്നേ. നമുക്കാദ്യം ഈ കഥകളൊക്കെ ഒന്നാക്കി ഒരു ആന്തോളജി സ്റ്റൈൽ ഹൊറർ മൂവിയാക്കാം. അതിനിപ്പോ സിനിമയ്ക്കൊരു പേര് വേണ്ടേ? അവര് പല പല പേരുകളൊക്കെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അവസാനം അവര് നിർമ്മിക്കാൻ പോകുന്ന ഈ ഒരു സിനിമയ്ക്ക് ആഫ്റ്റർ ഇമേജസ് എന്ന് പേര് നൽകി. അടുത്ത ദിവസം അവർ ഈ ചിത്രത്തിന്റെ ടീസർ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്ത് ആകെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ആ വീഡിയോ അങ്ങ് വൈറലായി. എന്നാൽ ടെസ്റ്റിന് ഇതൊക്കെ കണ്ട് ആകെ പേടിയാവാൻ തുടങ്ങി. ഇതിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന അപകടം എന്താണെന്ന് നമുക്കറിയില്ല. നമ്മൾ ഈ ചെയ്യുന്നത് തെറ്റാണ്. ഈ സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്തതറിഞ്ഞ് ഡ്യൂസ് കലി കയറി അങ്ങോട്ട് വരുന്നുണ്ട്. എന്നോട് ചോദിക്കാതെ നിങ്ങളോട് ആരും ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത്? നിങ്ങൾക്ക് പ്രൊജക്ടർ വേണം, ഡെക്ക് വേണം, ഇതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് തന്നില്ലേ? ഇതൊക്കെ എന്റെ കാശല്ലേ? അപ്പോ ഇത് എന്റെ പ്രോപ്പർട്ടിയാണ്, എന്നോട് ചോദിക്കണം. ഇതും പറഞ്ഞ് അവര് തമ്മിൽ തർക്കിക്കാൻ തുടങ്ങി. ആദ്യം ഈ കടലാസ് കത്തിക്കുന്ന കാര്യം പറഞ്ഞത് റെയിലിയാണ്. പിന്നെ ഈ വീട് ഡെറിക്കിന്റെ അങ്കിളിന്റെ വീടാണ്. ഇപ്പോ ഈ സിനിമകളൊക്കെ മറ്റൊരു ക്യാമറയിലേക്ക് പകർത്തിയത് ഒലിവിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരാളുടെ മാത്രം പ്രോപ്പർട്ടി ആണെന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു കാര്യം പറഞ്ഞ ഡെറിക്ക് 30mm വലിയൊരു റീൽസ് എടുത്ത് ഡ്യൂസിന് കാണിച്ചു കൊടുത്തു. ഇന്നലെ രാത്രി ആരും അറിയാതെ ഡെറിക്കും റെയിലിയും ചേർന്ന് വലിയൊരു ക്യാമറ കത്തിച്ചിരുന്നു. ഇത് കണ്ടതോടുകൂടി ഡ്യൂസിന്റെ ദേഷ്യമൊക്കെ ഒന്നടങ്ങി. അങ്ങനെ ആ ഒരു റീൽസിൽ എന്താണെന്നറിയാനായിട്ട് അവര് ഇത്തവണ തിയേറ്ററിലേക്ക് പോയി. ഇതിനും പണം ചെലവാക്കുന്നത് ഡ്യൂസ് തന്നെയാണ്. നാലാമത്തെ കഥയുടെ പേരാണ് റിക്ക് ആൻഡ് ലൈൻ. ഈ ഒരു കഥ തുടങ്ങുന്നത് ഒരു സ്ട്രേഞ്ചർ ചാക്കുകെട്ടെടുത്ത് തടാകത്തിലേക്ക് വലിച്ചെറിയുന്നത് കാണിച്ചാണ്. ഇതാണ് ഈ കഥയിലെ ഹീറോ ടി. തന്റെ വൈഫിന്റെ റിങ് നോക്കി ആകെ തകർന്നിരിക്കുകയാണ്. കാരണം 1-2 ദിവസങ്ങളായിട്ട് ടിയുടെ വൈഫിനെ കാണാനില്ല. വഴക്കിട്ട് പിണങ്ങിപ്പോയതാണ്. അവൻ ഈ കാര്യം പോലീസിനോടും പറഞ്ഞിട്ടില്ല. പിണങ്ങിപ്പോയ ഭാര്യ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് അവൻ ദിവസങ്ങളായി ആ റിങ് നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് ടി ഒരു റെസ്റ്റോറന്റ് നടത്തുന്നുണ്ട്. ഈ സമയത്ത് അവന്റെ കൂട്ടുകാരൻ അങ്ങോട്ട് വരുമ്പോ ടി ആകെ സങ്കടത്തിലല്ലേ ജോലി ചെയ്യുന്നത്. ടി അവന്റെ ഭാര്യയെ കാണാതായത് സുഹൃത്തിനോട് പറയുന്നുണ്ട്. പിണങ്ങിപ്പോയതല്ലേ, അതുകൊണ്ട് തന്നെ കൂട്ടുകാരൻ ഈ കാര്യം അത്രയ്ക്ക് കാര്യമാക്കി എടുക്കുന്നില്ല. അന്ന് രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ അയാള് തന്റെ വൈഫിന്റെ ഓർമ്മകളുള്ള വീഡിയോസ് ഒക്കെ കണ്ട് സങ്കടപ്പെട്ടിരിക്കുക. ആ വീഡിയോയിൽ ആ സ്ത്രീ പറയുന്നത്, ഈ മോതിരം ചെറുതാണ്, എനിക്ക് വലിയ മോതിരം വേണം, എനിക്ക് ഒത്തിരി കാശ് വേണം, ഇതൊക്കെ ആളുകളെ കാണിക്കാൻ കൊള്ളാവുന്ന റിംഗ് ആണോ എന്നൊക്കെയാണ്. ഇപ്പോ ഈ വീഡിയോ കണ്ടോണ്ടിരുന്ന ടി വൈഫിനെ ഫോൺ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും ആരും ഫോൺ എടുക്കുന്നില്ല. എന്നോട് പിണങ്ങല്ലേ, ഞാൻ നിനക്ക് വലിയ മോതിരം വാങ്ങിത്തരാം, ഇനി ഞാൻ നിന്നോട് ഒരിക്കലും വഴക്കിടില്ല, അന്ന നീ വേഗം വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് ടി കരയുന്നുണ്ട്. ഈ ഒരു സമയം നമ്മളെ കാണിക്കുന്നത് കഥയുടെ തുടക്കത്തിലെ ഒരു ചാക്കുകെട്ട് തടാകത്തിലേക്ക് എറിഞ്ഞില്ലേ? ഇപ്പോ ആ ചാക്കിനകത്ത് നിന്ന് വെട്ടിമാറ്റിയ ഒരു കൈ മാത്രം പുറത്തേക്ക് വന്നു. അടുത്ത ദിവസം പതിവ് പോലെ തന്നെ ടിയുടെ കൂട്ടുകാരൻ അയാളെ സമാധാനിപ്പിക്കുന്നുണ്ട്. നിന്റെ വൈഫ് ചിലപ്പോ ചൈനയിലേക്ക് തിരിച്ചു പോയതാവും, നിനക്കിപ്പോ ഒരു ജോലിയില്ലേ, ഒത്തിരി പണം സമ്പാദിക്കി, പിന്നെ പിണങ്ങിപ്പോയവരൊക്കെ തിരിച്ചു വന്നോളും. അപ്പോഴും ടി പറയുന്നത്, അന്നക്കെന്തോ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നെ വിട്ട് പോവില്ല. ടി പതിവ് പോലെ തന്നെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി വെള്ളം അടിക്കുന്നു. വൈഫിനെ ഓർത്ത് സങ്കടപ്പെട്ടോണ്ടിരിക്കുന്നു. അന്നയെ കാണാതായിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു. ഈ ഒരു സമയത്താണ് ടി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. മേശപ്പുറത്തിരിക്കുന്ന റിങ് അതെങ്ങനെ വെച്ചാലും തിരിച്ചാലും റിങ് താഴേക്ക് വീഴുന്നില്ല, അതേപോലെ നിൽക്കാണ്. ആകെ കൺഫ്യൂസ്ഡ് ആയ ടി പിറ്റേന്ന് തന്നെ ഈ ഒരു കാര്യം കൂട്ടുകാരനോട് പറഞ്ഞു. ആ റിങ് എത്ര ശ്രമിച്ചാലും താഴേക്ക് വീഴുന്നില്ല, എനിക്കത് അത്ര പന്തിയായിട്ട് തോന്നുന്നില്ല. അപ്പോ കൂട്ടുകാരൻ പറയും, ഒരു ദിവസം ഞാനൊരു ഷോ കാണാൻ പോയി. ആ മാജിക്കുകാരൻ ഒരു കോയിൻ എടുത്ത് ഇതുപോലെ നിർത്തി. പിന്നെ അയാളെ ഏതോ ഒരു അമാനുഷിക ശക്തി വേട്ടയാടാൻ തുടങ്ങി. അയാൾക്ക് ഭ്രാന്തായി എന്നാണ് ആളുകൾ പറയുന്നത്. അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാന്ന് പറഞ്ഞ് കൂട്ടുകാരൻ അവിടെ നിന്ന് പോയി. അന്ന് രാത്രി പതിവ് പോലെ തന്നെ ടി വൈഫിനെ കുറിച്ചോർത്ത് സങ്കടപ്പെട്ട് വെള്ളം അടിച്ച് കസേരയിലിരുന്ന് ഉറങ്ങുന്ന സമയത്ത് അഴുകിയ നിലയിലുള്ള ഒരു കൈയും തലയും അവന്റെ അടുത്തേക്ക് വരുന്നത് പോലെ പെട്ടെന്നാണ് ടി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്നത്. ആകെ ഭ്രാന്തി പിടിച്ച അയാള് ഇതിനൊക്കെ കാരണം ഈ നശിച്ച മോതിരാന്ന് പറഞ്ഞ് ആ ദേഷ്യം മൊത്തം
മോതിരത്തോട് തീർക്കുന്നുണ്ട്. കൈ വേദനയ്ക്കല്ലാതെ മോതിരത്തിന് യാതൊരു അനക്കൂല. അതങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. താഴേക്ക് വീഴുന്നില്ല, അതിന്റെ സ്ഥാനം മാറുന്നില്ല. ആ കറക്റ്റ് സമയത്ത് ഡോറിൽ ആരോ പടപടയെന്ന് തട്ടാൻ തുടങ്ങി. അവൻ പേടിച്ചേരന്റെ മേശപ്പുറത്തേക്ക് നോക്കുമ്പോ ഒരു മനുഷ്യന്റെ വിരല്, അതിലാ മോതിരമുണ്ട്. ഇപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുന്നത്. ടീയുടെ വൈഫിന് അയാൾ എന്ത് വാങ്ങിച്ചു കൊടുത്താലും അത് ഇഷ്ടപ്പെടില്ല. അതുപോരാ ഇതുപോരാന്ന് പറഞ്ഞ് അയാളോട് എപ്പോഴും വഴക്കിട്ടോണ്ടിരിക്കും. അങ്ങനെ ഒരു വഴക്കിനിടയിലെ ആകെ കൺട്രോൾ നഷ്ടപ്പെട്ട ടീ വൈഫിന്റെ കഴുത്ത് പിടിച്ചു ഞെരിച്ചു. അയാൾ അത് അറിഞ്ഞോണ്ട് ചെയ്തതല്ല. തന്റെ വൈഫിനെ കൊന്ന് ഡെഡ് ബോഡി പല പല ഭാഗങ്ങളാക്കി മുറിച്ച് അത് ചാക്കിലാക്കി തടാകത്തിലേക്ക് എറിഞ്ഞത് ടീ തന്നെയാണ്. ഈ ഒരു കുറ്റബോധം കൊണ്ടാണ് ടീ ഈ ഭ്രാന്ത് മൊത്തം കാണിച്ചു കൂട്ടിയത്. ടീ വേഗം തന്നെ ആ വിരലെടുത്ത് ഡോർ തുറന്ന് അത് പുറത്തേക്ക് എറിയുമ്പോഴേക്കും വൈഫിന്റെ പ്രേതം അയാളുടെ കൈ പിടിച്ചു വലിച്ചു. പേടിച്ചേരന്റെ താഴേക്ക് വീണ ടീ ആണെങ്കിലേ എനിക്ക് മാപ്പ് തരണം, ഞാൻ അറിയാതെ ചെയ്തതാന്ന് പറഞ്ഞ് കരയുന്നുണ്ടെങ്കിലും അത് ടീയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് വീടിന്റെ ഡോറൊക്കെ തള്ളി തുറന്ന് പോലീസ് അങ്ങോട്ട് വരുന്നത്. വന്നു നോക്കുമ്പോൾ ടീ എന്തോ ഭ്രാന്ത് പിടിച്ചതുപോലെ താഴെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ, ഭാര്യയെ കൊന്ന കുറ്റത്തിന് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തോണ്ട് പോയി. സെല്ലിൽ കിടക്കുന്ന ടീ ആണെങ്കിലേ ആ പോലീസുകാരന്റെ കൈയും കാലൊക്കെ പിടിച്ച് കരഞ്ഞു. എന്നെ തനിച്ചാക്കല്ലേ, അവൾ എന്നെ കൊല്ലും. ഈ ഇരുമ്പുകൂടിനകത്ത് നിന്നെ ആരൊന്നും ചെയ്യില്ല. വെറുതെ വിളച്ചിലെടുക്കാതെ പോയി കിടന്നുറങ്ങാൻ പറഞ്ഞ് പോലീസ് അവിടെ നിന്ന് പോയി. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ വൈഫിന്റെ പ്രേതം അവിടെ എത്തി. ആ ഡെഡ് ബോഡിയുടെ ഓരോരോ ഭാഗങ്ങളായിട്ട് ആ സെല്ലിലേക്ക് വന്ന് ടീയുടെ നെഞ്ചിലേക്ക് ഒരു ഒറ്റ ഇടിയാണ്. പിന്നീട് പോലീസും ഡോക്ടേഴ്സും ഒക്കെ വന്ന് നോക്കുമ്പോൾ അയാളുടെ ഹാർട്ട് ഫെയിലിയർ ആയിട്ട് മരിച്ചിരുന്നു. അപ്പോ ഡോക്ടർ പറയുന്നുണ്ട് ഇയാൾ എന്തിനെ കണ്ടു വല്ലാതെ പേടിച്ചിട്ടുണ്ട്. അടുത്ത സീനിലെ തടാകത്തിൽ നിന്ന് കിട്ടിയ വൈഫിന്റെ ഡെഡ് ബോഡിയിലെ നായകന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ആ റിങ്ങുള്ള വിരല് ഫോറൻസിക് ആ ഡെഡ് ബോഡിയിലേക്ക് കൊണ്ടുവയ്ക്കുന്നത് കാണിച്ചാണ് 4ാമത്തെ കഥ അവസാനിക്കുന്നത്. ഈ സിനിമ കണ്ട് അവരാകെ അന്തം വിട്ടിരിക്കുക. ഇതൊരു ഫ്യൂച്ചർ ഫിലിം ആക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും രക്ഷപ്പെട്ടു. അവരങ്ങനെ ഡ്യൂസിനെ തിരിഞ്ഞു നോക്കുമ്പോൾ കൂട്ടത്തില് അവനെ മാത്രം കാണാനില്ല. അവൻ ഈ സിനിമ കഴിഞ്ഞ ഉടനെ തന്നെ അതിന്റെ റീലായിട്ട് സ്ഥലം വിട്ടിരുന്നു. ഡ്യൂസ് അവരെ നൈസായിട്ട് പറ്റിച്ചിട്ട് അവിടെ നിന്ന് മുങ്ങി. ഇപ്പോ ഇവർക്ക് ഈ സിനിമ ചെയ്യണമെങ്കിൽ പണം വേണം. ഡ്യൂസ് ആണെങ്കിലേ ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് അവര് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. അപ്പോ ഡെറിക്ക് പറയും, പണത്തെ പറ്റി ചിന്തിക്കേണ്ട, നമുക്ക് കുറെ പേപ്പർ കത്തിച്ചു കഴിഞ്ഞാല് ഒത്തിരി കഥകൾ കിട്ടും. അതൊക്കെ ഇന്റർനെറ്റിൽ പോസ്റ്റ് ചെയ്താൽ അത്യാവശ്യം കാശ് കിട്ടില്ലേ. അന്ന് രാത്രി അവരൊരു ക്യാമറ ഉണ്ടാക്കി തീയിലിട്ട് കത്തിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ഡെറിക്കിന്റെ ഗേൾഫ്രണ്ട് ആ ചൈനീസ് എഴുത്തുകാരന്റെ മുറി മുഴുവൻ പരിശോധിച്ച് നോക്കുകയാണ്. ഈ വീട്ടിൽ നടക്കുന്നതൊന്നും ശരിയല്ല, എന്തോ കുഴപ്പമുണ്ട്. ടെസ്സിന് ആ മുറിയിൽ നിന്ന് ഒരുപാട് ഫോട്ടോസ് കിട്ടി. അതൊക്കെ തന്നെ മരിച്ചുപോയവരുടെ ഫോട്ടോസാണ്. ഒരു എഴുത്തുകാരൻ എന്തിനാ ഇത്രയധികം ഫോട്ടോസ് എടുത്തു വെക്കുന്നത്? ടെസ്സി കാര്യം ഡെറിക്കിനോട് പറയുന്നുണ്ട്. പ്രശ്നം അത് ഈ വീടിനാണ്, നമുക്ക് നാളെ തന്നെ തിരിച്ചു പോവാം. ഡെറിക്ക് ആവട്ടെ ഇതൊന്നും കേൾക്കാൻ തയ്യാറല്ല. അവന്റെ മനസ്സ് നിറയെ സിനിമയാണ്. കഥ എഴുതാൻ വന്നവരെ അത് മറന്നുപോയി. ഏതൊരു മായ ലോകത്താണ്. ടെസ് മാത്രമല്ല റെയിലിക്കും എന്തൊക്കെയോ പന്തികേടൊക്കെ തോന്നി തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ടെസ്സും റെയിലിയും ചേർന്ന് ഈ വീട്ടില് മുൻപ് താമസിച്ചിരുന്ന ചൈനീസ് എഴുത്തുകാരനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ രാത്രിയായതും അവരെല്ലാവരും പുതിയ റീൽസിലെ മൂവി ഇരുന്ന് കാണുന്നു. ടെസ് മാത്രം ഇതിലൊന്നും താല്പര്യമില്ലാതെ ജനാല വഴി പുറത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ട്. പെട്ടെന്നാണ് ഒരാൾ ആ മുറിയിലേക്ക് കയറി വരുന്നത്. അത് പ്രേതാണെന്ന് കരുതി ടെസ് ആകെ പേടിച്ച് കരഞ്ഞ ബഹളം വെച്ചു. അത് പ്രേതമൊന്നല്ല, അവരുടെ റീൽസ് അടിച്ചോണ്ട് പോയ ഡ്യൂസ് ആണ്. ഒരു സിനിമ ചെയ്യാൻ പണം മാത്രം പോരാ, അതിന് ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട്. നിങ്ങളില്ലാതെ എനിക്കത് തനിച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഡ്യൂസ് അവരോട് മാപ്പ് പറയുന്നുണ്ട്. എന്നാൽ അത് കേട്ട് ടെസ്സിന് നല്ല ദേഷ്യം വന്നു. നീ ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ലല്ലോ തിരിച്ചു വന്നത്. നീ മറ്റൊരു സ്ഥലത്ത് പോയി ക്യാമറ ഉണ്ടാക്കി കത്തിച്ചു നോക്കി. നിനക്ക് സിനിമ കിട്ടിയില്ല, അതല്ല നീ ഇങ്ങോട്ട് തിരിച്ചു വന്നത്. നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ റെയിലി പറഞ്ഞു തന്ന ഒരു മുത്തശ്ശി കഥയല്ല ഇത്. ആ ചടങ്ങ് ഈ വീട്ടിൽ വെച്ച് ചെയ്താലേ നിനക്ക് സിനിമ കിട്ടുള്ളൂ. ടെസ് അങ്ങനെ റെയിലിയും ചേർന്ന് കണ്ടെത്തിയ സത്യങ്ങളൊക്കെ അവരോട് തുറന്നു പറഞ്ഞു. ഇതിനു മുൻപ് ഈ വീട്ടിലൊരു എഴുത്തുകാരൻ താമസിച്ചിരുന്നില്ലേ? അയാള് കഥകളും കവിതകളും മാത്രമല്ല എഴുതിയിരുന്നത്, മരിച്ചവർക്ക് വേണ്ടി കത്തെഴുതും. അതിനയാൾക്ക് റിപ്ലൈ കിട്ടാറുണ്ട്. ആളുകളൊക്കെ മരിച്ചുപോയവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈ വീട്ടിലേക്ക് വന്നിരുന്നു. ഇവര് ക്യാമറ കത്തിച്ചതുപോലെ തന്നെ എഴുത്തുകാരൻ ആ ലെറ്റർ കത്തിക്കുമ്പോ പിറ്റേന്ന് ആ ചാരത്തിൽ നിന്ന് റിപ്ലൈ കിട്ടും. മരിച്ചുപോയവരുടെ റിയൽ സ്റ്റോറികളാണ് അയാൾ കഥകളാക്കി എഴുതിയിരിക്കുന്നത്. എന്നാൽ പിന്നീട് അയാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും തന്നെ അറിയില്ല. ഇപ്പോ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരണപ്പെട്ടോ ഒന്നും അറിയില്ല. ഇത് കേട്ട ഡ്യൂസ് ആണെങ്കിൽ ഇതൊരു അടിപൊളി സ്റ്റോറിയാണല്ലോ, നമുക്ക് ഇതും സിനിമയാക്കാം. നോക്കിക്കേ, നമുക്കിതൊക്കെ ഒരു സീരീസ് ആക്കാം. പിന്നെ ഹൊറർ സീരീസ് എന്ന് പറഞ്ഞാൽ അത് ആഫ്റ്റർ ഇമേജസ് മാത്രമായിരിക്കും. ഈ ഒരു സമയത്ത് ഡെറിക്ക് പറയും, ആരിതിന്റെയൊക്കെ പേരിൽ ബഹളം വെക്കണ്ട, നമുക്കിനി ഒരൊറ്റ ദിവസം കൂടി വീട്ടിൽ താമസിച്ച് ജസ്റ്റ് ഒരു ക്യാമറ മാത്രം കത്തിക്കാം. അതോടുകൂടി നമുക്കിത് നിർത്താം. ഇതൊക്കെ ഒരു സീരീസ് ആക്കിയാല് നമുക്ക് അത്യാവശ്യത്തിന് പണം കിട്ടും. പിന്നീട് നമുക്ക്
നമുക്ക് നമ്മുടേതായിട്ടുള്ള കഥകളും സിനിമകളൊക്കെ ചെയ്യാലോ. ടെസ്സിന് പിന്നെ ഒന്നും പറയാനില്ല. എന്തായാലും ഇതൊക്കെ അവസാനിപ്പിക്കാന്നെങ്കിലും പറഞ്ഞല്ലോ. അന്ന് രാത്രി അവര് അവസാനമായിട്ട് വലിയൊരു ക്യാമറയുണ്ടാക്കി കത്തിക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ അവർക്ക് ആ ചാരത്തിൽ നിന്ന് കിട്ടിയത് 16mm വലിയൊരു ഫിലിം റോളാണ്. ഇതവര് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു 30 മിനിറ്റെങ്കിലും സിനിമയുണ്ടാവും. എല്ലാവരും അത്രയും ഹാപ്പി. സിനിമ തുടങ്ങുമ്പോ വാർണിംഗ് എക്സ്ട്രീം എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അവരാകെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുക. അങ്ങനെ തന്നെ ഷോർട്ട് സർക്യൂട്ടായി ഓടിക്കൊണ്ടിരുന്ന സിനിമ പെട്ടെന്ന് സ്റ്റോപ്പായി. ഫിലിം റോളിലെ ഫിലിംസ് ഒക്കെ പൊട്ടി താഴേക്ക് വീഴാൻ തുടങ്ങി. ഇനി ഇതൊക്കെ ഒട്ടിച്ചു തീർത്തിട്ട് എപ്പ ഇനി സിനിമ കാണാനാ? വല്ലാത്തൊരു ചതിയായി പോയി. വെറും അരമണിക്കൂർ ഉണ്ടായിരുന്ന സിനിമ, അതും കണ്ടിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോവാനിരുന്നതാ. അതൊക്കെ ഒതുക്കി പെറുക്കി എടുക്കുമ്പോഴേക്കും രാത്രിയായി. അപ്പോ റെയ്ലി പറയും, ഈ സിനിമ തന്നെ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ, വേറൊരു ക്യാമറ കത്തിച്ച മറ്റൊരു സിനിമ കിട്ടും, അത് കണ്ടാ പോരെ. എന്നാൽ ഡെറിക്കിനും ഡ്യൂസിനും ഈ ഒരു റീൽസിൽ എന്താണെന്ന് അറിയണം. അവരൊക്കെ ആ ഫിലിംസ് ഒക്കെ ഒതുക്കി പെറുക്കി അറേഞ്ച് ചെയ്ത് ആ ഫിലിമിൽ എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോ ഒലീവിയ ആകെ ഷോക്കായി. അതില് അവരിപ്പോ താമസിക്കുന്ന ഈ വീട് കാണാം. മാത്രമല്ല റെയ്ലി, ടെസ് അവര് രണ്ടുപേരും എന്തിനെയോ കണ്ട് പേടിച്ച് കരയുന്നത് പോലെ ആ ഫിലിമിൽ കാണാം. അതിനർത്ഥം ഇത് അവരുടെ കഥയാണ്. ടെസ്സിന്റെ കാര്യം പറയണ്ടല്ലോ, ഇനി ഞാനില്ല, എനിക്ക് പേടിയാ. റെയ്ലി നമുക്ക് പോവാന്ന് പറഞ്ഞ് ടെസ്സും റെയ്ലിയും ആ മുറിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിപ്പോയി. അവർക്കിപ്പോ വീടിന് വെളിയിലേക്ക് ഇറങ്ങാനായിട്ട് ഡോറും തുറക്കാൻ പറ്റുന്നില്ല. ശരിക്കും അതിനകത്ത് ലോക്കായി. ഇതേ സമയം ഡ്യൂസ് ആണെങ്കില് അവര് പോണെങ്കിൽ പോട്ടെ, നമുക്കാദ്യം ഇതിലെന്താന്ന് നോക്കാന്ന് പറഞ്ഞ് ആ ഫിലിം റോളിന്റെ ചെറിയൊരു ഭാഗം ഫിക്സ് ചെയ്ത് പ്ലേ ചെയ്ത് നോക്കി. ഒലിവിയും ഡെറിക്കും ഡ്യൂസും ഇവര് 3 പേരും ആ സ്ക്രീനിലുള്ള കാഴ്ച കണ്ട് ആകെ തരിച്ചു നിൽക്കുകയാണ്. ഈ വീട്ടിലിപ്പോ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണിപ്പോ ആ സ്ക്രീനിലെ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നത്. ടെസ്സിന്റെയും റെയ്ലിയുടെയും അലറി വിളിച്ചുള്ള കരച്ചിൽ കേൾക്കാം. അവരെ ആ പ്രേതങ്ങളൊക്കെ ചേർന്ന് അടിച്ചിടിച്ച് പരിവാക്കി താഴെയുള്ള 2 മുറികളിലായിട്ട് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ തന്നെ പ്രൊജക്ടറിന് തീ പിടിച്ച് ആ മുറി മുഴുവനും തീ പടർന്നു പിടിക്കാൻ തുടങ്ങി. മറ്റു 3 പേരും ആ മുറിക്കുള്ളിൽ ട്രാപ്പായി. ഇതൊക്കെ ഇപ്പോഴും ആ സ്ക്രീനിലെ പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം കത്തിക്കരിഞ്ഞൊരു ഡെഡ് ബോഡി ആ വീടിന്റെ വെളിയിലേക്ക് വന്നു വീഴുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. അടുത്ത സീനിലെ കേസ് അന്വേഷിക്കാനായിട്ട് വന്ന പോലീസ് ആ വീട് മൊത്തം പരിശോധിക്കുന്നു. വെക്കേഷൻ ആഘോഷിക്കാൻ വന്ന 5 കൂട്ടുകാരെ ഫയർ ആക്സിഡന്റിൽ മരിച്ചു. എന്നാൽ അതിലെ 2 പേരുടെ ഡെഡ് ബോഡി കിട്ടിയത് താഴെയുള്ള 2 മുറികളിൽ നിന്നാണ്. അതും വളരെ വിചിത്രമായ രീതിയിൽ. അവരുടെ ശരീരത്തിലെ ഒരു എല്ല് പോലും ഇല്ല ഒടിയാത്തതായിട്ട്. ഇത് കേട്ട ലേഡി പോലീസ്, അതൊക്കെ ശരി, അപ്പോ ഇവിടെ താഴെ കത്തിക്കരിഞ്ഞ് കിടന്നിരുന്ന ഡെഡ് ബോഡി അതാരാണെന്ന് കണ്ടെത്തിയോ? അതിനാ പോലീസുകാരൻ പറയും, അതിനിവിടെ ഒരു ഡെഡ് ബോഡി ഉണ്ടായിരുന്നില്ലല്ലോ, മൊത്തം 5 പേരാണ് മരിച്ചത്, 6മതൊരാളില്ല. സംഭവം നടന്ന ദിവസം ആ ലേഡി ഓഫീസർ 6മതൊരു ഡെഡ് ബോഡി കണ്ടതായിരുന്നു. പിന്നെ അതെവിടെ പോയി? ഇപ്പോ ആ പോലീസുകാരൻ വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നിയ ഒരു കാര്യം കൂടി മേലുദ്യോഗസ്ഥരോട് പറയുന്നുണ്ട്. മേലെ ഒരുപാട് റീൽസും പഴയ ടേപ്പുകളൊക്കെ ഇരിക്കുന്നുണ്ട്. തീപിടുത്തത്തിലെ ആ മുറിയിലുണ്ടായിരുന്ന എല്ലാതും കത്തി നശിച്ചെങ്കിലും അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. ആ ടേപ്പൊക്കെ ആരോ തീപിടുത്തത്തിന് ശേഷം അവിടെ കൊണ്ടുവച്ചതുപോലെയാണ്. ഒന്നിനും ഒരു പോറല് പോലും സംഭവിച്ചിട്ടില്ല. ഈ ഒരു സമയത്ത് നമ്മളെ കാണിക്കുന്നുണ്ട് മേലെ ആ ചൈനീസ് എഴുത്തുകാരന്റെ പ്രേതം. അപ്പോ ആ ഫയർ പ്ലേസ്, ആ തീ കത്തിക്കുന്ന സ്ഥലം പ്രേതങ്ങൾ ഉണ്ടാക്കിയ ഒരു പോർട്ടലാണ്. ആ പോർട്ടല് വഴിയാണ് പ്രേതങ്ങൾ അവർക്ക് കത്തുകളും ഫോട്ടോസും സിനിമകളൊക്കെ കൊടുത്തിരുന്നത്. സത്യത്തിലെ അതൊന്നും സിനിമകളല്ല, അതൊക്കെ അവരുടെ യഥാർത്ഥ കഥകളായിരുന്നു. അപ്പോ 5 സുഹൃത്തുക്കളും എല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചപ്പോ പ്രേതങ്ങൾ എല്ലാവരും കൂടി അവരെ പോർട്ടല് വഴി നരകത്തിലേക്ക് കൊണ്ടുപോയി. ഇപ്പോ അവരൊരു സിനിമയായി. ഇവിടെ ആ മേലുദ്യോഗസ്ഥൻ അവരോട് പറയുന്നുണ്ട്, 6മതായി ഉണ്ടായിരുന്ന ഡെഡ് ബോഡി അതാരായിരുന്നു? ആ സ്റ്റുഡൻസിന് എന്താ സംഭവിച്ചത്? ഇതിനൊക്കെയുള്ള ഉത്തരം എന്തായാലും ആ റീൽസിലും ടേപ്പിലൊക്കെ കാണാതിരിക്കില്ല. ഇങ്ങനെയാണ് ആഫ്റ്റർ ഇമേജസ് എന്ന ഈ ഒരു ആന്തോളജി ഹൊറർ മൂവി അവസാനിക്കുന്നത്. താഴെ വീണിരുന്ന ആ കത്തിക്കരിഞ്ഞ ഡെഡ് ബോഡി അതാരായിരിക്കും? ഇങ്ങനൊരു സസ്പെൻസോട് കൂടിയാണ് എന്തായാലും സിനിമ അവസാനിക്കുന്നത്. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ടും മറക്കരുത്, സപ്പോർട്ട് ചെയ്യാം. താങ്ക്